നമസ്കാരം. ഒരു താത്വികമായിട്ടൊരു അവലോകനം നടത്തിയാലോ? അത് നടത്താതെ പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ ചൂടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജനങ്ങൾ ആകാംക്ഷാഭരിതരാണ്. വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നത് BJP ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ കൂടിയും ചില സംവാദങ്ങൾ, ചില തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ പാർട്ടിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന്. അതായത് CPMൻ്റെ ചില പ്രസ്താവനകൾ കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ ചില പ്രസ്താവനകൾ കേട്ടുകഴിഞ്ഞാൽ അവരാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന് തോന്നും. അപ്പോഴാണ് ഞാൻ ചില കണക്കുകളെക്കുറിച്ച് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തത്. അങ്ങനെ ഞാനൊരു താത്വിക അവലോകനം നടത്തുകയാണ് കേട്ടോ. ആകെയുള്ള സീറ്റ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 543 കേട്ടോ. ഇതിൽ നമുക്ക് ഭരിക്കാൻ വേണ്ടി വേണ്ടത് 272 സീറ്റ് വേണം. എന്നാൽ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി മത്സരിക്കുന്നത് എത്ര സീറ്റിലാണെന്ന് അറിയാമോ? ആകെ 16 സീറ്റിലാണ് ഈ പാർട്ടിയുടെ മത്സരം നടക്കുന്നത്. ഇവരുടെ ജയസാധ്യത എന്ന് പറയുന്നത് പോലും -3. ജയിക്കുകയില്ല എന്ന് ഉറപ്പുള്ള പല സീറ്റുകളുമുണ്ട് എന്നർത്ഥം. എന്നിട്ടും അവർ ചിന്തിക്കുന്നു, ഞങ്ങൾ വീണ്ടും ചിലപ്പോൾ ജയിക്കുമായിരിക്കും. ഇനി ശരി, ഒരു വാദത്തിന് വേണ്ടി 3 സീറ്റ് ജയിക്കട്ടെ. അങ്ങനെ ജയിച്ചാൽ പോലും 272 എന്ന് പറയപ്പെടുന്ന ഈ സംഖ്യയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഈ 3 എന്ന് പറയപ്പെടുന്ന സംഖ്യ എത്തിച്ചേരുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അങ്ങനെയാകുമ്പോഴാണ് ഞാൻ ഈ താത്വിക അവലോകനത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത് ഈ സാമ്പാർ പോലെ നമ്മുടെ ഇടതുപക്ഷം? കേരളത്തിലൊക്കെ നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ കിടന്ന് അധര വ്യായാമം നടത്തുന്ന ചില മലയാള ചാനലുകളിൽ അത് കാണുമ്പോഴാണ് നമ്മളിതൊക്കെ ചിന്തിച്ചു പോകുന്നത്. മലയാളം ചാനലുകളിലെ CIT തൊഴിലാളികളുടെയും പിന്നെ നമുക്കറിയാമല്ലോ ഈ അന്തംഗമ്മികളുടെയും അറിവിലേക്കായിട്ട് നിങ്ങളുടെ അവസ്ഥ ഭാരതത്തിൽ എന്താണ് എന്നൊന്ന് ഓർത്തു നോക്കൂ. പിന്നെ കേരളത്തിലെ വോട്ടറും അല്ലെങ്കിൽ അവരുടെ BJP MPമാരെ ഡൽഹിയിലോട്ട് അയച്ചാൽ കേരളത്തിന് വല്ല ഗുണവും ഉണ്ടാകുമോ എന്നുകൂടി ചിന്തിച്ചു നോക്കൂ. 2024 BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ തന്നെയാണ് കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. ഇവന്മാരുടെയൊക്കെ ക്യാപ്സൂളൊക്കെ കേട്ട് അരിവാളിന് കൊണ്ട് കുത്തി അവസാനം അടുത്ത 5 വർഷവും ദുഃഖിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പോകുമല്ലോ എന്നാണ് ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ തീരുമാനം നിങ്ങൾ വോട്ടർമാർക്ക് വിട്ടുതരുന്നു. കാരണം നിങ്ങൾ തന്നെയാണ് ഇതിനൊരു തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും കേരളത്തിലെ 2-3 സീറ്റ് കിട്ടിയിട്ട് വേണ്ട BJPക്ക് ഭാരതം ഭരിക്കാൻ എന്നുകൂടി പറയാമല്ലോ. കാരണം അവരെന്തായാലും 400-ന് മുകളിൽ സീറ്റ് എന്തായാലും കേന്ദ്രത്തിൽ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. BJPക്ക് രാഷ്ട്രീയ ഐക്യം കൽപ്പിച്ചിരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് നമുക്കൊരു സീറ്റും ലഭിക്കാതെ വരുന്നത്. ആരെങ്കിലുമൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ അതിൻ്റെ പ്രയോജനം ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് BJPക്ക് വോട്ട് കൊടുക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ BJPക്കാരനല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാനത് പറയില്ല. ഞാനൊരു BJPക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനോ എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. പക്ഷേ എനിക്ക് പറയുവാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 543 സീറ്റുകളിൽ 272 സീറ്റുകൾ ഉണ്ടെങ്കിൽ ഈ രാജ്യം ഭരിക്കാം. ആകെ മത്സരിക്കുന്നത് 16 സീറ്റിൽ അതിൽ ജയിക്കുമെന്ന് അവകാശപ്പെടുന്നത് 3 സീറ്റുകളിലാണെങ്കിൽ ഈ രാജ്യം എങ്ങനെ ഭരിക്കും? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം? അത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമല്ലേ? എന്തിനാണ് പിന്നെ ഇങ്ങനെ ഈ തറവേലകളൊക്കെ കാണിക്കാൻ പോകുന്നത്? ആകെ ഭരിക്കാനും ആകെ ഇടതുപക്ഷമെന്ന് പറഞ്ഞ് ചെങ്കൊടിയുടെ നിറം, ചുവന്ന നിറം ആകെ അലയടിക്കുന്നത് ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വരുന്ന ചില ഇടങ്ങളിൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വാശി പിടിക്കാൻ നിന്നാൽ നടക്കുന്ന കാര്യമാണോ പിണറായി സഖാവേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ജനങ്ങളെ പറ്റിക്കുന്നതിനും ഒരു മര്യാദ വേണ്ടേ? ഇന്ത്യ മഹാരാജ്യം കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട വിജ്ഞാപനമിറക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെ ഇങ്ങ് താഴെത്തട്ടിൽ 16 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്നു, പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു, സുപ്രീം കോടതിയിൽ സ്റ്റേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തമാശയായിട്ടാണ് ഇവിടുത്തെ ജനത്തിന് തന്നെ തോന്നുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളെ തമാശക്കാരുടെ രാജാവായിട്ട് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കണ്ടേക്കാം. നാളെ കോമാളി എന്ന് വിളിച്ചേക്കാം. ചിലപ്പോൾ അതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം 543 എന്ന് പറയപ്പെടുന്ന വലിയ സംഖ്യയെ കാണാതെ 16 എന്ന് പറയപ്പെടുന്ന സംഖ്യയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാൻ താങ്കൾ നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ,
ആ ശ്രമം കാണുമ്പോൾ ഞങ്ങൾ ഒരു പാർട്ടിയിലേക്കുമില്ല, ഒരു മുന്നണിയിലേക്കുമില്ല എന്നൊക്കെ പറയുന്നു. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കാണുന്ന ഉടായ്പകളെല്ലാം കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തി ആ സീറ്റ് നേടി എങ്ങനെയെങ്കിലും ഒന്ന് ലോക്സഭയിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരെ, പിണറായിയുടെ പിണയാളുകളായിത്തീരുന്ന അന്തം കമ്മികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന വോട്ടുകളൊക്കെ പാഴായി പോകും. കാരണം ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും വിമാനം കയറി അങ്ങ് ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്? ഒരു നല്ല പ്രതിപക്ഷമാകാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, 2019 മുതൽ 2024 വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഒരു പ്രതിപക്ഷം പോലും ഇല്ല എന്നുള്ളതാണ്. ആകെ 44 സീറ്റുള്ള കോൺഗ്രസ് മാത്രമാണ് പ്രതിപക്ഷമെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അവർക്ക് 50 സീറ്റില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷമാകാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുള്ള നാട്ടിലാണ് 16 സീറ്റും വെച്ചിട്ട് മലയാളിയെ പറ്റിച്ച് വോട്ട് നേടി അഴിമതി ഉണ്ടാക്കി അതിലൂടെ പണം സമ്പാദിക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഇങ്ങനെയല്ല ജനങ്ങളെ പറ്റിക്കാതിരിക്കൂ എന്ന് മാത്രമെങ്കിലും ചിന്തിക്കൂ. നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു തരത്തിലുമുള്ള സ്ഥലത്തേക്ക് എത്തി നോക്കാൻ പോലും കഴിയില്ല. ആ ലോക്സഭയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ കൂനിക്കുത്തി ഇരിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പേരിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടപ്പെട്ട ആരിഫ് ഒഴിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞ് അങ്ങ് ഡൽഹിയിലെത്തിയിട്ടില്ല. ഡൽഹിക്കാർക്ക് ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്, ആരുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത്? സമരം വരുമ്പോൾ ഇവർ ഈ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായി നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ കോൺഗ്രസിനെ എതിർക്കുന്നു. കേരളത്തിൽ എന്ത് രാഷ്ട്രീയമാണത്? നിങ്ങളുടെയൊക്കെ ആമാശയത്തെ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയമാണ് ഇടതുപക്ഷ ചിന്താഗതി എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹം ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ജയിച്ച് കേരളത്തിൽ നിന്ന് നിങ്ങൾ ജയിച്ച് അങ്ങ് ഡൽഹിയിൽ പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നിന്ന് എന്തായാലും BJP NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നിരിക്കെ എന്തുകൊണ്ട് BJPക്കാരെ വിജയിപ്പിച്ചുകൂടാ എന്ന് മലയാളി തീരുമാനിച്ചാൽ പിന്നെ ഈ കോൺഗ്രസ്സുകാരനും ഈ കമ്മ്യൂണിസ്റ്റുകാരനും ഇടതുപക്ഷക്കാരനുമെന്നും ഇവിടെ സ്ഥാനമില്ലാതാകും കേട്ടോ. അതുകൊണ്ട് പ്രബുദ്ധരാകുന്ന മലയാളിയാണ്. ആ മലയാളി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മലയാളി. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചിലപ്പോൾ അവർ പാഴാക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2024 തിരഞ്ഞെടുപ്പ് മോദിക്ക് അനുകൂലമാകട്ടെ എന്ന് വേണമെങ്കിൽ അവർ ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി പറയേണ്ടി വരും.